നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാണ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പറഞ്ഞാൽ ചിക്കൻ കറിയാണ്. നമ്മളൊരു വെറൈറ്റി രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം. കടായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് 2 പച്ചമുളക്, 2 സവാള ചെറുതായിട്ടായിരുന്നു നല്ലോണം ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുത്ത് ഒന്ന് വഴന്നിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയുടെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. രണ്ടും കൂടെ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തതാണ്. നമുക്ക് കുറച്ച് കരിയാപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 തക്കാളി പേസ്റ്റ് ആക്കിയതാണ്, അത് വെച്ച് കൊടുക്കാം. തക്കാളിയുടെ മണം മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ചിക്കൻ പൊടി, ഈ എല്ലാം കൂടെ നമുക്കൊന്ന് പച്ചമണം മാറുന്നിട്ട് നടക്കണം. പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കും, കുറച്ച് മാത്രം. ഇനി നമുക്ക് ഇടുന്ന ചിക്കനാണ്. ഞാനത് ഈ ചെറിയ പീസായിട്ട് ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലായിരിക്കും. അപ്പൊ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു സംഭവം ചെയ്യാണ്ട്, ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. അതിനകത്ത് വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല, തേങ്ങ മാത്രം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് തുറക്കാം. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പെഷ്യലായിട്ട് ഉള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളിപ്പോൾ തേങ്ങ അരച്ചില്ല, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ മേടിയിട്ട് കൊടുക്കുക. മേളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്ക് താളിച്ചു കൊടുക്കുക മേലിലോട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കൂട്ടുകാരെ, നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേ കണക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി കിടക്കാച്ചി ടേസ്റ്റ് ആവാണ്.